പ്രേംലലട്ടാ, കഴിഞ്ഞ ദിവസം അസീം മുനീർ അമേരിക്കയിൽ പോയിരുന്നു. അമേരിക്കയിൽ പോയി നിന്ന് ഇന്ത്യയെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം അസീം മുനീറിനുണ്ടായി. അത് ട്രംപ് ഒരുക്കി കൊടുത്തതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ വരുന്ന വാർത്ത അസീം മുനീറിനെ പിന്തള്ളിക്കൊണ്ടാണ്. അതായത് അസീം മുനീർ പറഞ്ഞതൊക്കെ ലാദൻ പിന്നെ ബില്ലാദൻ പറയുന്ന കോട്ടിട്ട ബില്ലാദനാണ് അസീം മുനീർ എന്നാണ് പറയുന്നത്. അതായത് ട്രംപ് കൊടുക്കാത്ത പണി അമേരിക്കയിൽ നിന്ന് അസീം മുനീറിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതല്ലേ ഇന്ത്യ പറഞ്ഞതിന്? അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പല നയങ്ങൾക്കെതിരെയും അമേരിക്കയിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. അതിപ്പോൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അവിടെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിലിരുന്ന മുൻ ഉദ്യോഗസ്ഥരടക്കം പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പുതിയ ഉദാഹരണമാണ് ഈ അസീം മുനീറിനെതിരെയുള്ള ഈ പരസ്യ പ്രതികരണം, അല്ലെങ്കിൽ അസീം മുനീറിനെതിരെ കളിയാക്കൽ. അതായത് ജോർജ് ബുഷിൻ്റെ കാലത്താണ് ഇന്ത്യ അമേരിക്ക സഖ്യം തുടങ്ങിയത്. അപ്പോൾ അതൊരു 10-20 വർഷമായിട്ട് രണ്ട് രാജ്യങ്ങളും തന്ത്രപ്രധാന സഖ്യമായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ചൈനയ്ക്കെതിരെ ഒരു ഏറ്റവും അടുത്ത സഖ്യകക്ഷി എന്ന നിലയിൽ ഇന്ത്യ പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിന് തുരങ്കം വെക്കുന്ന ഒരു നിലപാടാണിപ്പോൾ ട്രംപ് ഭരണകൂടം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തുടർച്ചയായ 2 മാസത്തെ ഇടവേളയ്ക്ക് രണ്ടാം വട്ടവും അസീം മുനീർ ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തുടർച്ചയായി 2 തവണ അസീം മുനീർ അമേരിക്കയിൽ എത്തുന്നു എന്നുള്ളതിന് ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം വളരെ വലുത് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതണം. ഇന്ത്യയെക്കാളും പാകിസ്ഥാനെ, പ്രത്യേകിച്ച് അസീം മുനീറിനെ അമേരിക്ക വിശ്വാസത്തിലെടുക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ അസീം മുനീർ അമേരിക്കയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം അവരുടെ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ കമാൻഡർ, അതായത് സെൻട്രൽ കമാൻഡിൻ്റെ സൈനിക മേധാവി ജനറൽ മൈക്കൽ കുറില എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ വിരമിക്കലായിരുന്നു. ഈ മൈക്കൽ കുറിലയും അസീം മുനീറും അടുത്ത സൗഹൃദം പുലർത്തുന്ന 2 സൈനിക ഉദ്യോഗസ്ഥരാണ്. ഇവർ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 2-ൽ കൂടുതൽ തവണ പരസ്പരം കാണുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഔദ്യോഗിക ബന്ധത്തിനുപരി ഇവർ വ്യക്തിബന്ധങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ ചടങ്ങിൽ കൂടി പങ്കെടുക്കാൻ ഉദ്ദേശിച്ചാണ് അസീം മുനീർ വീണ്ടും അമേരിക്കയിലേക്ക് വന്നത്. കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു ബിസിനസ്സുകാരനുണ്ട്, പാകിസ്ഥാൻ സ്വദേശിയായ ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിൻ്റെ പേര് അദ്നാൻ അസദ് എന്നാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയ വിരുന്ന സൽക്കാരത്തിനിടയിലാണ് അസീം മുനീർ പോയി വീരവാദം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളെ ഇടിച്ചു താത്താൻ നോക്കിയാൽ, ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കിയാൽ ലോകത്തിൻ്റെ പകുതിയും കൊണ്ടേ ഞങ്ങൾ പോകുകയുള്ളൂ. അതായത് ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ച് ആറ്റം ബോംബ് വിടും എന്നുള്ളതാണ്. അതായത് കൃത്യമായി ഇന്ത്യക്കുള്ള വെല്ലുവിളിയാണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ 170 ആറ്റം ബോംബുകളുണ്ട്, ഇന്ത്യയിൽ 180 എണ്ണവും ഉണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അസീം മുനീർ ഈ തള്ളുന്നത്. ഇതുകൂടാതെ അവരുടെ കയ്യിൽ ഷഹീൻ എന്ന് പറയുന്ന ദീർഘദൂര മിസൈലുണ്ട്. ഏതാണ്ട് 2300 കിലോമീറ്ററോളം ദൂരപരിധിയുള്ളതാണ്. ആ മിസൈൽ ഉപയോഗിച്ചാൽ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന തിരുവനന്തപുരത്ത് വരെ വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ മിസൈൽ എത്തും. അത്രയ്ക്ക് ദൂരപരിധിയുള്ള സാധനമാണ്. കൂടാതെ വേറെയും ചില അതിനേക്കാൾ താഴെ ഗതിയിലുള്ള, എന്നാൽ ഇന്ത്യയിൽ കൃത്യമായി ആക്രമിക്കാൻ സാധ്യതയുള്ള മിസൈലുകളും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബലത്തിലാണ് അസീം മുനീർ ഈ പറഞ്ഞത്, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ, അതായത് ലോകത്തിൻ്റെ പകുതിയും കൊണ്ടേ പോകുകയുള്ളൂ. അതുമാത്രമല്ല, കശ്മീരിനെ കുറിച്ചും അസീം മുനീർ പറഞ്ഞു. കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ രക്തധമനിയാണ്. അവിടെ നടക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ് എന്നൊക്കെയാണ് മുനീറിൻ്റെ നിലപാട്. അതുമാത്രമല്ല, അതൊരിക്കലും ഇതൊരു ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമല്ല, ഇതുവരെ പരിഹരിക്കാത്ത ഒരു രാജ്യാന്തര പ്രശ്നമാണ്. രാജ്യാന്തര പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല എന്നാണ് അസീം മുനീർ പറയുന്നത്. അതുമാത്രമല്ല, സിന്ധു നദീജല കരാർ നമ്മളിപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചും അസീം മുനീർ പറയുന്നുണ്ട്. സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് മിസൈൽ അയച്ച് തകർക്കും, 10 മിസൈലെങ്കിലും അയക്കും എന്നുള്ളതാണ്. ഇന്ത്യ അവിടെ അണക്കെട്ട് പൂർത്തിയാക്കട്ടെ, അത് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് സിന്ധു നദീതടം ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല, അത് പാകിസ്ഥാനും ഉണ്ട്. പാകിസ്ഥാൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ മിസൈൽ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അത് അയക്കും എന്നൊക്കെയാണ് അസീം മുനീറിൻ്റെ ഭീഷണി. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ അവിടെ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം, അല്ലെങ്കിൽ ആ ഓഫീസ് പ്രവർത്തിക്കുന്ന പെൻറ്റഗണിലാണ്. അപ്പോൾ അതിലെ മുൻ ഉദ്യോഗസ്ഥനായ മൈക്കൽ റൂബിൻ എന്ന് പറയുന്നയാൾ കടുത്ത വിമർശനമാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ബുഷിൻ്റെ കാലത്തുണ്ടായ ഇന്ത്യ അമേരിക്ക സഖ്യം, അതിനെ തകർക്കുന്ന നിലപാടാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മുനീറിന് വേദി ഒരുക്കി കൊടുത്തത് തന്നെ തെറ്റാണ്. അസീം മുനീർ ഇത്തരത്തിൽ
ഭീകരവാദ ഭീഷണി അല്ലെങ്കിൽ ആണവ ഭീഷണി മുഴക്കുമ്പോൾ അവിടെ അമേരിക്കയിലെ ജനപ്രതിനിധികളടക്കം സന്നിഹിതരായിരുന്നു. അവരെന്തുകൊണ്ട് വിലക്കിയില്ല, അവരെന്തുകൊണ്ട് ഇടപെട്ടില്ല? ഇങ്ങനെ ഒരു മര്യാദഘട്ട ഭാഷ സംസാരിക്കുന്ന അസീം മുനീറിനെ അപ്പോൾ തന്നെ ആ വേദിയിൽ നിന്ന് ഇറക്കണമായിരുന്നു, രാജ്യത്തു നിന്ന് തന്നെ പറഞ്ഞു വിടണമായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം കുറച്ചുകൂടി കടുത്ത് പറയുന്നുണ്ട്, പാകിസ്ഥാൻ ഇപ്പോൾ ഒരു തെമ്മാടി രാഷ്ട്രം കണക്കെയാണ് പെരുമാറുന്നത്, ആരും പറഞ്ഞാൽ അനുസരിക്കില്ല. അവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ്, ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന അസീം മുനീറും ഒസാമ ബിൻ ലാദനും നടത്തുന്ന പ്രസ്താവന ഏകദേശം സമം തന്നെയാണ്. കോട്ടിട്ട ബിൻ ലാദനാണ് അസീം മുനീർ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനെ അമേരിക്ക പരിഗണിക്കുന്നത് ഈ നാറ്റോ സഖ്യത്തിന് പുറത്തുള്ള ഒരു സഖ്യരാഷ്ട്രമായിട്ടാണ്. ഒരു പരിധിവരെ ഇന്ത്യയും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇന്ത്യ അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ നാറ്റോയ്ക്ക് പുറത്തുള്ള സഖ്യരാഷ്ട്രമായിട്ടാണ് പാകിസ്ഥാനെ പരിഗണിക്കുന്നത്. ആ പരിഗണന പാകിസ്ഥാന് കൊടുക്കാനേ പാടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, ഈ പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ പ്രധാന സ്പോൺസർമാരായിട്ട് പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സാക്ഷിയാക്കി, അവിടെ ഉണ്ടായിരുന്ന US ജനപ്രതിനിധികൾ സാക്ഷി നിൽക്കെ അസീം മുനീർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയ വളരെ ഗുരുതരമായ സംഗതിയാണെന്നും കൂടി ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അസീം മുനീറാണ് ഇന്ത്യക്കെതിരെ ആണവ യുദ്ധ ഭീഷണി മുഴക്കിയത്. കുറച്ച് മുമ്പ് ബിലാവൽ ഭൂട്ടോയും ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ യുദ്ധാഹ്വാനമാണ് ബിലാവൽ ഭൂട്ടോ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ പാകിസ്ഥാൻ ജനത ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ ജനത ഒന്നാകെ നരേന്ദ്രമോദിക്കെതിരെ അണിനിരക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്, പാകിസ്ഥാന് വെള്ളം വിട്ട് നൽകിയിട്ടില്ലെങ്കിൽ, വേറെ നിവൃത്തിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുക പോകും വഴിയുള്ളൂ. അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാൻ നമ്മൾ കരുതിയിരിക്കുക, അങ്ങനെയാണോ ഇത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ കരുതിയിരിക്കുന്നുണ്ടല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ ഒരടഞ്ഞ അധ്യായമല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് 2ാം ഭാഗം ഉണ്ടാകും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രശ്നം സിന്ധു നദീജല കരാറാണ്. അതിൽ ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഇത് സമ്മർദ്ദമാണ്, ഭീഷണിയാണ്. നേരിട്ട് ഒരു യുദ്ധം ചെയ്യാനുള്ള ശേഷി നിലവിൽ ഇപ്പോൾ പാകിസ്ഥാനില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ അവർക്കുണ്ടായ തിരിച്ചടി അത്ര ഭീകരമാണ്. അവരുടെ വ്യോമതാവളങ്ങൾ പലതും തകർക്കപ്പെട്ടു. അവരുടെ ആയുധശേഷി എന്താണെന്നുള്ളത് ലോകം കണ്ടു. ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് ലോകം അറിഞ്ഞു. അതുകൊണ്ട് നേരിട്ടൊരു യുദ്ധത്തിന് ഏതായാലും പാകിസ്ഥാൻ മുതിരില്ല. ആകെ കൂടെ ഇന്ത്യക്കെതിരെ ഇപ്പോഴും ഭീഷണി മുഴക്കാൻ പറ്റുന്നത്, ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, അതിപ്പോൾ എടുത്തു വെച്ച് പൊട്ടിക്കും എന്നുള്ള ഭീഷണിക്കപ്പുറം നേരിട്ടൊരു ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിൽ സൈനികമായി ഒരു യുദ്ധത്തിന് മുതിരാൻ അവർ തയ്യാറാകില്ല. അതിനുള്ള ധൈര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ നടത്തുന്ന ഭീകരാക്രമണം അതൊരു യുദ്ധപ്രഖ്യാപനമായിട്ട് കരുതും. അതിൻ്റെ ഉറവിടം എവിടെയാണ് അവിടെ കയറി ഇന്ത്യ അടിക്കും. അതിപ്പോൾ പാകിസ്ഥാൻ്റെ തലസ്ഥാനത്താണ് ആ ഭീകരവാദികൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ പോയി ആക്രമിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ നിലപാടെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ അതിർത്തിയിൽ അല്ലെങ്കിൽ അല്ലാതെയോ ഒരു സൈനിക നീക്കം തൽക്കാലം പാകിസ്ഥാൻ നടത്തില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. പക്ഷേ ഇതേപോലെ കിട്ടുന്ന എല്ലാ വേദികളിലും വീരവാദം മുഴക്കും, അതിൻ്റെ പേരിൽ ലോകശ്രദ്ധ തേടും. അങ്ങനെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വേണം ഇപ്പോൾ കരുതാൻ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്ക ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല. അസീം മുനീറിനെ 2 തവണ സ്വീകരിച്ച് ആനയിക്കുക വഴി അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട്. അമേരിക്ക ഇനി നമ്മുടെ ഫ്രണ്ട് അല്ല.